നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വാഹന പരിശോധനയിൽ സുപ്രധാന നിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് ഗതാഗത കമ്മീഷണർ. ഓടുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് പിഴ ചുമത്തേണ്ടെന്നും അങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. വാഹന ഉടമകളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കരുതെന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചു. ഓടിപ്പോകുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് പൊല്യൂഷൻ, ഇൻഷുറൻസ് എന്നിവയുടെയൊക്കെ കാലാവധി കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ കേസെടുക്കുന്നത് കേന്ദ്ര നയത്തിന് വിരുദ്ധമാണെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. അതിനാൽ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ഇത്തരം നിയമപരമല്ലാത്ത കേസുകളിലൂടെ വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അടിസ്ഥാനരഹിതമായ കേസുകൾ എടുക്കുന്നതായി പൊതുജനങ്ങളുടെ പരാതി ലഭിക്കുകയും അന്വേഷണത്തിലൂടെ നിയമപരമല്ലാത്ത നടപടികളാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. കേന്ദ്ര ചട്ടപ്രകാരം 12 കുറ്റങ്ങൾക്ക് മാത്രമേ ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധനയിലൂടെ പിഴ ഈടാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ക്യാമറ ഉപയോഗിച്ച് പിഴ ചുമത്തുന്ന കുറ്റങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മാത്രമായിരിക്കണമെന്നും അതിനപ്പുറത്തേക്ക് മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി കഴിഞ്ഞതുൾപ്പെടെയുള്ളവയ്ക്ക് ഇതിനൊപ്പം പിഴ ചുമത്താൻ പാടില്ലെന്നുമാണ് ചട്ടം. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പിഴ ഈടാക്കിയ ആളുകൾ പരാതിയുമായി രംഗത്ത് വന്നാൽ അവർ അടച്ച പിഴത്തുക തിരികെ നൽകേണ്ടി വരും. എന്നാൽ റോഡിൽ വാഹനവുമായി ഇറങ്ങുമ്പോൾ എല്ലാ നിയമങ്ങളും പാലിച്ചു തന്നെ പോകേണ്ടത് അനിവാര്യമാണ്. ക്യാമറയിലൂടെ ദൃശ്യമാകുന്ന നിയമലംഘനങ്ങൾക്ക് ഇനിയും പിഴ ഈടാക്കുകയും ചെയ്യും. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, ഓവർടേക്കിംഗ്, ഓവർ സ്പീഡ്, ട്രാഫിക് സിഗ്നൽ ലംഘിക്കുക തുടങ്ങിയ ക്യാമറകളിൽ ദൃശ്യമാകുന്ന 12 തരം നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്നത് ഇനിയും തുടരും. ഈ പിഴയുടെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവയ്ക്ക് പിഴ ഈടാക്കുന്നത് മാത്രമായിരിക്കും ഇനി ഒഴിവാക്കുക.